ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫുഡ് പ്രൊഡക്ട്സിൻ്റെ പണികളൊക്കെ നടക്കാണ്. നന്ദിനി അരി അരിക്കുന്നുണ്ട്. വിക്രമും വിശ്വനും വിനായകനും കൂടിയിട്ട് ഇടിക്കുകയും പൊടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളെ ശ്രീജ എന്നുണ്ടെങ്കിൽ ഈ വിശ്വത്തിന് കൊണ്ടുപോകാനുള്ള ഒരു വണ്ടിയുടെ ബാക്കിലൊരു ബാഗൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ പൊടികളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിന് ശേഷം കമലാമ്മയും ശ്രീജയും കൂടി അകത്തേക്ക് വരികയാണ്. അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ കമല പറയുന്നുണ്ട്, മോനെ വിശ്വ, നീ ഇടിച്ചത് മതി, കുളിച്ചിട്ട് നീ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വായോ എന്ന് പറയും. ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയേ. അന്നേരം കമലാമ്മ പറയുന്നുണ്ട്, ഞാൻ ഇടിച്ചോളാം. അപ്പോൾ ശ്രീജ പറയും, വേണ്ട അമ്മ, ഞാൻ തന്നെ ഇടിച്ചോളാം. അതിനെന്താ, ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് എന്ന് കമലാമ്മ പറയും. എന്നാലും സാറില്ല അമ്മേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും. അപ്പോഴേക്കും അച്ഛമ്മ വിക്രത്തിനോട് പറഞ്ഞ്, മോനെ വിക്രം സ്വാമി, അതെ നന്നായിട്ടൊന്ന് ഇടുക്കി, ആഞ്ഞിടുക്കി, ആൾക്കാരിടിക്കുന്ന അത്ര സുഖം ഒന്നുമല്ല ഇതൊക്കെ ഇടിക്കുകയും പൊടിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരാം. വിക്രം പറയുന്നുണ്ട്, ഇനി അച്ഛമ്മയും കൂടിയിട്ട് ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിക്കോ വെറുതെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ അരിയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എടി നന്ദിനി, ഒന്ന് മര്യാദയ്ക്ക് ആട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അച്ഛമ്മ ഇടയ്ക്കിട്ട്. അപ്പോൾ അതിന് ശേഷം അച്ഛമ്മ പറയുന്നുണ്ട്, അതെ ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നടക്കണം കേട്ടോ എന്ന് പറയുകയാണേ. അപ്പോൾ ഇനി കച്ചവടം കൂടുന്നതിനനുസരിച്ചിട്ട് പൊടികൾ ഒക്കെ കൂട്ടണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വേദ വന്നിട്ട് വേദനയോടും കൂടെ സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് പറയും കേട്ടോ. അപ്പോൾ നന്ദിനി പറഞ്ഞു, വന്നിപ്പോൾ ശ്രീജ അടുത്തേക്ക് എന്തിനും വേദ വേണമെന്നായി എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അതെ വീട്ടിൽ വിവരമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയാണ്, അവരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്യുള്ളൂ, അല്ലാണ്ട് നിന്നെ പോലത്തെ കഴുതകളോട് ചോദിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ അച്ഛമ്മയും പറയുന്നുണ്ട്. അതിനുശേഷം അച്ഛമ്മ പറയാണ്, എന്തായാലും വിക്രം മലയ്ക്ക് പോകാനായിട്ട് മാലിട്ടിരിക്കല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു തീർത്ഥാടനത്തിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെല്ലാവർക്കും താല്പര്യമാവട്ടെ. അത് ശരിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു തീർത്ഥാടനം പോകാം. നല്ല നല്ല കുറച്ച് അമ്പലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് ആ അമ്പലങ്ങളിലേക്കൊക്കെ നമുക്ക് തീർത്ഥാടനം പോകാമെന്ന് പറയാണ്. അപ്പോൾ അതെല്ലാവരും സമ്മതിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ തീർത്ഥാടനമോ എന്ന് പറഞ്ഞിട്ട്, തീർത്ഥാടനം, അമ്പലങ്ങളിലേക്കൊക്കെ തീർത്ഥാടനം പോകാം എന്ന് പറയും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേദനയാണ് കാണിക്കുന്നത്. വേദ ദീപ്തിനെ കാണാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ കോളേജിൽ. ദീപ്തിക്ക് വേദന കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടക്കേടൊക്കെ തോന്നി. അങ്ങനെ വേദ ദീപ്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, അല്ലെങ്കിൽ പിന്നെ ഇവിടേക്ക് വരില്ലല്ലോ. നമുക്ക് അങ്ങോട്ട് കുറച്ച് മാറി നിന്നാലോ, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയും കേട്ടോ ദീപ്തി. എന്നിട്ട് ചോദിക്കും, അത് ഞാനൊരു കാര്യം ചോദിക്കാനായിട്ട്, എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ എന്ന് പറയും. നിനക്കൊരു പയ്യനായിട്ട് അടുപ്പുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ പാടുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ദീപ്തി. ശ്രീചേടത്തി പറഞ്ഞപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല, പക്ഷേ ഇപ്പോൾ നീ പറഞ്ഞപ്പോൾ എന്ന് പറയുമ്പോഴേ, നിങ്ങൾ എന്നെ നോക്കാൻ വേണ്ടിയിട്ട് പുറകെ ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. പുറകെ ആൾക്കാരൊന്നും വെച്ചതല്ല, ശ്രീചേടത്തി അപ്രതീക്ഷിതമായിട്ട് നിന്നെ കണ്ടതാണ്, അതുകൊണ്ടാണ് ശ്രീചേടത്തി എന്നോട് വന്ന് പറഞ്ഞത് പറയട്ടതേ. ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവ് അവൻ്റെ ജീവിതം എന്ന് പറയാം കേട്ടോ. എന്ത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എനിക്ക് ഒരാളിഷ്ടമാണെന്നുള്ളത് സത്യം തന്നെയാണ്, അത് വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്യും. പിന്നെ ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവായിട്ട് അവൻ്റെ ജീവിതം നശിപ്പിച്ചാണ്, ഒരിക്കൽ തല്ലിച്ചതച്ചതാണ്. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ പറഞ്ഞ് ദീപ്തി അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. വിക്രം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ വേദന. അപ്പോൾ വേദനയോട് ചോദിക്കും, എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം എന്ന് പറയട്ടെ. എന്താ നീ കാര്യം പറയുമെന്ന് പറയട്ടോ. അല്ല, നമുക്ക് കുറച്ചങ്ങോട്ട് പോകാം, മാറാം, വണ്ടി എടുക്കുമെന്ന് പറയട്ടോ. അന്നേരം വിക്രം പറയുന്നുണ്ട്, എനിക്ക് വർക്ക്ഷോപ്പിൽ കുറേ പണിയുള്ളതാണ്, നീ കാര്യം പറയും. എന്നാൽ പിന്നെ വേണ്ട, എൻ്റെ ഒരു കാര്യത്തിന് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോ എന്ന് പറയട്ടോ. നിൻ്റെ കാര്യത്തിനാണോ എന്ന് പറയട്ടെ. അല്ല പിന്നെ നാട്ടുകാരുടെ കാര്യത്തിന്. അങ്ങനെ രണ്ടുപേരും കൂടെ വണ്ടിയിൽ പോകാണ് കേട്ടോ. വേദന മുഖം കാണുമ്പോൾ വിക്രത്തിന് മനസ്സിലാവും എന്തോ ഒരു വിഷമമുണ്ടെന്ന്. അപ്പോൾ വേദനയോട് ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ എന്ന് ചോദിക്കാൻ കേട്ടോ. നിൻ്റെ മുഖം എന്താ വിഷമിച്ചിരിക്കുന്നത്? വിക്രം അമ്പലത്തിൽ പോയോ? ഇല്ല, നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന് പറയും കേട്ടോ. ഓഫീസിൽ നിന്ന് നേരിട്ട് അമ്പലത്തിലോ? ഞാൻ പോകുന്നില്ല, വിക്രം തൊഴുതാൽ മതി, വാ അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് പറയും, നീ പറയും കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും, വിക്രം തൊഴുതിട്ട് വാ. ഇല്ല, ഞാൻ തൊഴുതോളാം, നീ കാര്യം പറയും, ഞാൻ ദീപ്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിയാ, അവൾക്കൊരാളായിട്ട് അടുപ്പുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അത് വിക്രം പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് നിനക്ക് എന്താ, അവൾക്കൊരു റിലേഷൻഷിപ്പോ സിറ്റുവേഷൻഷിപ്പോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ സ്വാഭാവികമല്ലേ, അതിൽ നീ ഇടപെടുന്നത് എന്തിനാ? ഇതിനിപ്പോൾ പ്രശ്നം, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അച്ഛനും ഇടപെട്ടില്ലേ, അത് തന്നെയാണ് ഇപ്പോൾ നീ ദീപ്തിയുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നതെന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് തെറ്റി, ഞാൻ ആ രീതിയിലല്ല കാര്യങ്ങൾ കാണുന്നത് എന്ന് പറയാം കേട്ടോ. ദീപ്തിക്ക് ഒരു പയ്യനായിട്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. പിന്നെന്താ പ്രശ്നം? ഇതങ്ങനെയല്ല. പിന്നെ അവളുടെ ജീവിതം നശിപ്പിക്കുകയാണ്. എങ്ങനെ ചോദിക്കൂട്ടോ. നിങ്ങളോടുള്ള പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പയ്യൻ അവളെ ഉപയോഗിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ. നീ എന്തേ പറയുന്നത്? എന്നോടുള്ള പ്രതികാരം തീർക്കാൻ? അതെ, അവളതെന്നോട് നേരിട്ട് പറയുകയും ചെയ്തു. നിങ്ങളൊരിക്കൽ തല്ലിച്ചതച്ച ഏതോ ഒരു പയ്യനാണ് അവളായിട്ട് ഇഷ്ടത്തിലായിട്ടുള്ളത് എന്ന് പറയൂട്ടോ. അപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ വിക്രത്തിന്. നീ നീ പറയുന്നത് കാര്യമാണോ? അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങളെന്നോ തല്ലിച്ചതച്ചൊരു ചെക്കനായിട്ടാണ് അവൾ ഇപ്പോൾ പ്രേമിച്ച് നടക്കുന്നത്. അത് എന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ വീട്ടുകാരെ ആയിരിക്കും. എന്തായാലും നീ വിഷമിക്കേണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് വിക്രം പറയുകയാണേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അച്ഛമ്മയും ശ്രീജയും കൂടിയിട്ട് മുളക് പൊടിയൊക്കെ പാക്ക് ചെയ്യുമ്പോഴേക്കും വിശ്വൻ്റെ വണ്ടിയിൽ ഒച്ച കിട്ടും. അച്ഛമ്മേ, വിശ്വേട്ടൻ വന്ന സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ടാവോ? മോൾ വിഷമിക്കേണ്ട, എല്ലാതും വിറ്റ് പോയിട്ടുണ്ടാവും എന്ന് പറയണേ. അങ്ങനെ ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ശ്രീജ വരികയാണ് കേട്ടോ. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. സാധനങ്ങളൊക്കെ വിറ്റ് പോയി, നാളെ തുടങ്ങിയിട്ട് കുറച്ച് കൂടുതൽ ഐറ്റംസ് വെക്കണം എന്ന് പറയുകയാണെ. ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ അച്ഛമ്മ പറയുന്നത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തുടങ്ങി കുറച്ച് മസാലപ്പൊടികളും കൂടെ ഉൾപ്പെടുത്താമെന്ന് പറയും. അപ്പോൾ കണക്കും കാര്യങ്ങളൊക്കെ ശ്രീജയുടെ കയ്യിൽ കൊടുക്കാനിട്ട് കാശും. എന്നിട്ട് നീ കണക്ക് നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞിട്ട് വിശ്വം ശ്രീജയുടെ കൈ കൊടുക്കും. ശ്രീജ നേരെ അത് അച്ഛൻ്റെ അടുത്ത് കൊടുക്കാനിട്ട് അച്ഛ ആദ്യത്തെ കളക്ഷനല്ലേ, അച്ഛൻ നോക്കിയാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, മോളെ അതൊക്കെ നീ തന്നെ ചെയ്താൽ പോരെ, എന്തിനാണ് എൻ്റെ കയ്യിൽ തരുന്നത്? അല്ല അച്ഛ, ഇതൊരു എൻ്റെ സ്ഥാപനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല, ഇത് നമ്മുടെ സ്ഥാപനമാണ്. നമ്മുടെ വീട്ടിലെല്ലാവരും കൂടെ നിന്നുകൊണ്ടല്ലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പിന്നെ ഇന്നത്തെ കളക്ഷൻ അച്ഛൻ നോക്കിയാൽ മതി എന്ന് പറയും. വേണ്ട മോളെ, അതൊന്നും വേണ്ട. ഇപ്പോൾ നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് എല്ലാ സമയത്തും അത് ഉണ്ടാവണമെന്നില്ല. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നതാണ്. പക്ഷേ നാളെ ഞങ്ങൾക്കതിന് കഴിഞ്ഞു എന്ന് വരില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആവും. അപ്പോൾ നീ തന്നെ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ഒരുമിച്ച് പോകുമ്പോൾ പിന്നെ കച്ചവടത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ എല്ലാവരോടും ബോധ്യപ്പെടുത്തേണ്ടി വരും. അങ്ങനെയൊന്നും വേണ്ട, മോള് തന്നെ നോക്കിയാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ കറി പൗഡറൊക്കെ കൂടുതൽ വെക്കണം എന്ന് പറയുമ്പോൾ വേദ വന്നിട്ട് വേദനോടും കൂടെ ചോദിച്ചിട്ട് മതി എന്ന് ശ്രീജ പറയുകയാണ്. അപ്പോൾ കമല പറയും, എന്ത് കാര്യത്തിനും വേദനോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് ശ്രീജ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയും, അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ, അവളല്ലേ ആ കുട്ടിക്ക് ഒരു ജീവിതമാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തത്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശരിയാവാനുണ്ട്. അപ്പോൾ അതെന്താന്ന് കമലാമ്മ ചോദിക്കുമ്പോൾ വിക്രമും സുധാകരനും കൂടിയിട്ടുള്ള ഒരു പിണക്കൊക്കെ മാറി ഇവർ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണം എന്ന് പറയാം കേട്ടോ. ആ കാര്യം അവൻ കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അപ്പോൾ സുധാകരൻ മാഷ് പറയണം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതവും മറ്റുള്ളവരുടെ കയ്യിലെ പാവയായിട്ടാണോ ഒരാൾ ജീവിക്കേണ്ടതെന്ന് പറയുകയാണ്. സുധാകര, നീ ഒരു മാഷ് മാത്രമല്ലല്ലോ, ഒരു കൃഷിക്കാരനും കൂടെയല്ലേ. വിത്തുഗുണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങ് നേരെ മുകളിലേക്കല്ലേ പോകേണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് സൂര്യപ്രകാശം നോക്കി അത് പോകുന്നത്? സൂര്യപ്രകാശമുള്ളിടത്തേക്കല്ലേ അത് വളർന്നു വരുള്ളൂ. അതുപോലെ നിൻ്റെ സ്നേഹം കിട്ടാണ്ടായപ്പോൾ അവൻ അത് കിട്ടുന്നിടത്തേക്ക് പോയി. ഇനി അത് പോരാ, ഇനി നല്ല രീതിയിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ മാഷ അങ്ങനെ അകത്തേക്ക് പോയിട്ടൊന്നും വേണ്ടാത്. അപ്പോൾ കമലാമ്മനോട് അച്ഛമ്മ ഒന്ന് പറയുന്നുണ്ട്, സാരില്ല കമല, നീ വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും. അങ്ങനെ വൈകിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് വേദ വരുമ്പോൾ വേദനോട് സുധാകരനെ വിളിച്ചുകൊണ്ട് വരാൻ പറയാം കേട്ടോ. അങ്ങനെ മാഷയും കൂടി വിളിച്ചുകൊണ്ട് വരികയാണ് വേദ. അങ്ങനെ എല്ലാവരും കൂടി നിന്നിട്ട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇന്ന് സുധാകരനും വിക്രമും കൂടെ ചേർന്നിട്ട് വേണം വിളക്ക് തെളിയിക്കാൻ എന്ന് പറയും കേട്ടോ. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് വേഗം തന്നെ വന്നിട്ട് വിളക്ക് കയ്യിലെടുക്കുകയാണ്. അപ്പോൾ വിക്രത്തിന് പേടിക്കാൻ പേടി. അങ്ങനെ വിക്രത്തിനെ നോക്കുകയാണ്, പിടിച്ചോളാന്ന് പറഞ്ഞാൽ. അങ്ങനെ രണ്ടുപേരും കൂടെ വിളക്കൊക്കെ കത്തിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിന്നെ രണ്ടുപേരും കൂടെ ചേർന്ന് വേണം വിളക്ക് വെക്കാൻ എന്ന് അച്ഛമ്മ പറയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കമലാമ്മ ഭയങ്കര സന്തോഷത്തിലേക്കാണ്. എന്താ നിൻ്റെ മുഖത്തൊരു തെളിച്ചം? അല്ല, അത് പിന്നെ ഉണ്ടാവില്ല അമ്മേ, എനിക്ക് അവർ രണ്ടുപേരും കൂടെ വിളക്ക് കത്തിക്കുന്നത് കണ്ടപ്പോൾ പണ്ട് വിക്രമും മാഷും കൂടിയിട്ട് നാമം ചൊല്ലുന്ന കാര്യമൊക്കെ ഓർമ്മ വന്നു എന്ന് പറയാനിട്ട്. ഇനിയും ആ കാലമൊക്കെ ഉണ്ടാവും കമലേ, ആ കാലം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല അമ്മേ, അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കണ്ടാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ രാത്രി വേദന വിളിക്കാനിട്ടോ വിക്രം. അപ്പോൾ എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടെ ഇരിക്കുമെന്ന് പറയും. അതെ, നീ പറഞ്ഞത് സത്യം തന്നെയാണ്, ദീപ്തിക്ക് ഒരു പയ്യനുമായിട്ട് അടുപ്പുണ്ടെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നീ കരുതുന്ന പോലെ തന്നെയാണ് സത്യവും, അതൊരു പ്രണയമൊന്നുമല്ല, ഒരു ട്രാപ്പ് തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പയ്യെന്ന് ചോദിക്കുമ്പോൾ വിക്രത്തിന് പറയാനായിട്ടൊരു മടിയിട്ടോ. അപ്പോൾ വിക്രം പറയും, അതാരാണെന്ന് ചോദിക്കുമ്പോൾ വാസവൻ്റെ മകൻ വരുണില്ലേ, അവനാണ് ഈ ഒരു സംഭവം എന്ന് പറയാൻ കേട്ടോ. ദീപ്തിയുടെ ഒരു കാമുകൻ എന്ന് പറയുമ്പോൾ വേദ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. രണ്ടുപേരെ അങ്ങനെ ഒരുമിച്ച് ആയൊരു സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല.
അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട് വിക്രത്തിനെ വിളിക്കുകയാണ്. അപ്പോൾ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പോൾ ദീപ്തിയുടെ ഫോണിലേക്ക് വേദ വിളിക്കും. അപ്പോൾ ദീപ്തിയാണെന്നുണ്ടെങ്കിൽ വരുണിൻ്റെ കോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാടി ഫോൺ എടുക്കും. വേദയുടെ നമ്പർ കാണുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് അത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ വേദ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വിളിക്കുന്നുണ്ട്. വീണ്ടും വിളിക്കുമ്പോൾ ദീപ്തി വീണ്ടും കട്ട് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. മൂന്നാമത്തെ തവണയും വേദ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.